നമ്മളിവിടെ റോ മെറ്റീരിയലാണ് ഫസ്റ്റ് എടുക്കുന്നത്. യാണും ഡൈസും ഒക്കെ വാങ്ങിക്കും ആദ്യം. അത് യാൺ സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങുന്നത്. എറണാകുളം ജില്ലയിലെ എല്ലാ സൊസൈറ്റികൾക്കും യാൺ സപ്ലൈ ചെയ്യണ ഇവിടെ ചേന്നമംഗലം യാൺ ബാങ്ക് ഉണ്ട്. അവിടെ നിന്ന് യാൺ വാങ്ങിയിട്ട് നമ്മൾ കളർ ചെയ്യേണ്ട യാണുകൾ ഡൈ ഹൗസിലേക്ക് പോയിട്ട് അത് കളർ ചെയ്ത് വരും. അല്ലാത്തത് നമ്മളിവിടെ വാർപ്പാക്കിയിട്ട് വീവ് ചെയ്യണേ. ഇവിടെ തൊഴിലാളികൾ 135ഓളം പേര് ആക്റ്റീവ് വീവേഴ്സ് ഉണ്ട്. അതിൽ പകുതി കൂടുതൽ പേര് വീടുകളിലാണ് നെയ്യണത്. ബാക്കി ആൾക്കാരെല്ലാം വീവേഴ്സെല്ലാം ഇതിൻ്റെ അകത്താണ് നെയ്യണത്. ഇത് പാവ ഓടുന്നതാണ്. ഇത് നിർത്തിട്ട് വേണം നെയ്യണമെങ്കിൽ. അപ്പോൾ അവിടെ തറിയൊക്കെ ഉണ്ട് നെയ്യണമെങ്കിൽ ഇത് നിർത്തിട്ട് റോൾ ചെയ്യണം. റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ അത് പാവ് ഞരട്ടിയിട്ട് വേണം നെയ്യണം. പിന്നെ ഇത് ആദ്യം തുടക്കൽ ഈ നൂല് ഉണ്ടല്ലോ നെയ്യാനുള്ളത് ഊടക്കുള്ള നൂല് ചവിട്ടി ചിറ്റി ഇട്ട് വേണം നെയ്ത്തുകാർക്ക് നെയ്യണമെങ്കിൽ. പിന്നെയാണ് പാവ് ആക്കണമെങ്കിൽ അവർ ചിറ്റണുണ്ടാവും. അവിടെ അങ്ങനെ ചിറ്റി വന്നിട്ട് വേണം ഇതിങ്ങനെ ഓടുന്നത്. ഇവിടെ 18 വന്നതാണ്. ഇതുവരെ ഇങ്ങനെ പോകും. ഹസ്ബൻഡിന് വയ്യാതെ ഇപ്പം അങ്ങനെ വന്നതാണ്. ഇയാടെ അപ്പോൾ തുടർന്ന് പോകുന്നു. എനിക്ക് ചെയ്യണതിനോട് താല്പര്യമാണ്. അതിനനുസരിച്ചുള്ള നമുക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള കൂലി കുറവാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പേര് രാജേശ്വരിയാണ്. എൻ്റെ പേര് വിജയ. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാൻ 8 വർഷം. ഞങ്ങൾ 9 വർഷമായി. ഇവിടെ എന്താ ചെയ്യണം? നെയ്ത്താണോ? അത് ഞാൻ പാവിൻ്റെ നൂലിയിട്ടാണ് മിഷ്യത്തിൽ. പാവിൻ്റെ നൂല് എങ്ങനെ? ഇവിടെ ആദ്യം വന്ന് നൂലിട്ട് പഠിച്ചാണ്. ഞങ്ങൾക്ക് അറിയില്ല. ആദ്യം ഇരുന്ന് ഊടക്ക് ചുറ്റാൻ പഠിച്ച് അത് കഴിഞ്ഞാണ് മിഷ്യത്തിലോട്ടായത്. ചെറുതിലെ കുഞ്ഞിലെ തുടങ്ങി ഇത് കണ്ട് പഠിച്ച് അങ്ങനെ വീട്ടിലെ അച്ഛൻ നെയ്ത്ത് പഠിപ്പിക്കുമായിരുന്നു. ചെയ്യണതാണ് നെയ്ത്ത് പഠിച്ചത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്ന് കുറച്ചാൾ വീട്ടിൽ നെയ്ത് കുറച്ചാൾ. എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10-15 വർഷമായിരുന്നു. വീട്ടിൽ നെയ്യായിരുന്നു. കല്യാണം കൊടുത്തിട്ട് അവിടെ നെയ്യും. പിന്നെ അത് നൂല് പാവ് വെച്ചിട്ട് കൂടെ നമ്മൾ താരിട്ട് കൊടുത്തിട്ട് കണ്ടോ ഓരോ കൂടെയാണല്ലോ. ബിന്ദു 8 വർഷമായി ഞാനിപ്പോൾ സ്ഥിരം ഇവിടെ നിന്നാണ്. സാരിയാണ് നെയ്യണത്. 2 ദിവസം കൊണ്ട് തീരും. ചിലത് ഡിസൈനും കസവൊക്കെ കൂടുതലാണെങ്കിൽ 3 ദിവസം ആകും. ഡിസൈനൊന്നും ഇല്ലെങ്കിൽ പ്ലെയിൻ സാരി നെയ്യണമെങ്കിൽ 350 രൂപയുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് 350. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പൈസ ഉണ്ട്. 2 ദിവസം 2 ദിവസമാവും നെയ്ത് സാരി നെയ്തില്ല. ഒരു ബുദ്ധിമുട്ടില്ല. നല്ല സുഖമായി സന്തോഷത്തിലിരുന്ന് ചെയ്യാൻ പറ്റിയ ജോലിയാണ്. എപ്പോഴും ചെയ്യാൻ നോക്കില്ല. പാട്ടൊക്കെ കേട്ട് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം കൊണ്ട് നല്ല ഹാപ്പിയാണ് ഞങ്ങൾക്ക്. നെയ്ത്തില്ലെങ്കിലാണ് ഞങ്ങൾക്ക് വിഷമം. ഓരോ നൂലും 40 തൊട്ട് ഒരു കെട്ട് മുകളിൽ പോയി അടിയിൽ വരുമ്പോൾ 80. അപ്പോൾ ഒരു കെട്ടായി. അത് 5000 രൂപ. ഫുള്ള് പാവ് കഴിയുമ്പോൾ 5000 5000 ഏതാ പാവ് മാത്രം. അത് മുണ്ടും കൂടെ അറിയണമെങ്കിൽ 5 10 10000 10,000 ചില്ലാനും 11,000 ഒക്കെ വരും. ഏതാ ഞാൻ 20 കൊല്ലമേ ഉള്ളൂ. അതിക്കുമ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. ഇത് തന്നെ. ഇത് വേറെ സ്ഥലത്ത് ഞാനിത് എടുത്തിരുന്നു. കുറേ നാൾ ഞാൻ അവിടെ നിർത്തിയപ്പോൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അങ്ങനെ വന്നാണ് ഇവിടെ പെട്ടത്. ഇവിടെ കുഴപ്പമില്ല. ജോലി ചെയ്ത് പോവാം. എടുക്കണമെങ്കിൽ ഇതൊരു പാവ് എടുക്കുകയാണെങ്കിൽ നല്ല 930 രൂപ ഉണ്ടാവും. 900. അതൊരു 3 ദിവസം കൊണ്ട് ഒരു പാവ് പാടാൻ പറ്റും.
ശമ്പളം അങ്ങനെ ഒരു എടുക്കണതിന് പൈസ. അപ്പോൾ ആഴ്ചയിലാണ് ബില്ലടിക്കൽ. നമ്മൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസയുണ്ട്. ഒരെണ്ണം 3 ദിവസം കൊണ്ടാണ് തീരുന്നത്. അപ്പോൾ 300 രൂപ താഴെയുള്ളൂ. 26 രൂപ വണ്ടി കാശ് ഒരു ദിവസവും വരും. 3 ദിവസം ആകുമ്പോൾ 72 രൂപയില്ലേ. അപ്പോൾ പൈസ കുറവാണ്. വേറെ പണി അപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് വേറെ പണിക്ക് പോയിക്കൂടെ എന്ത് കാശ് മുതലുണ്ടെന്ന്. പക്ഷേ എടുത്താൽ ഇത്രയും കാശാണ്. അത് ഒരു ദിവസം തീരൂല. ഒരു ദിവസം തീരുകയാണെങ്കിൽ മാത്രം 3 ദിവസം പിടിക്കും. അപ്പോൾ അത്രയും താമസം വരുന്നത്.